Hello guys, Powershake പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ XUV500 Mahindra XUV500 ആണിത്. അപ്പോൾ ഇതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലച്ച് വിടുന്ന ടൈമിൽ ഇത് മൊത്തമായിട്ട് ചെറുക്കുക എന്നുള്ളതാണ്. അത് ഡാഷ്ബോർഡ് അതുപോലെ സ്റ്റാരിംഗ് കോളം കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളിൽ മൊത്തമായിട്ട് ചെറുക്കുക. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ആദ്യം ജെർക്കിങ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിൻ്റെ അപ്പോൾ വണ്ടി ഞാൻ ഓണാക്കി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത് ഗിയർ ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് ബ്രേക്ക് വെട്ടിയിട്ട് വല്ല ക്ലച്ച് പറഞ്ഞ ടൈമിൽ കണ്ടോ കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ചെറുക്കിയായിരിക്കുന്ന ടൈം കേട്ടോ. ആ സൗണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. മൊബൈലിൽ കാണില്ല. ഞാനൊരു മിനിറ്റ് ഞാനിനി ഇത് മൊബൈൽ നമ്മളോട് ഹോൾഡ് ചെയ്ത് വെച്ചാണ് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ സ്റ്റാരിംഗ് കോളത്തുമ്പോഴാണ് ഇത് മൊബൈൽ വെച്ചിട്ടുള്ളത്. ഇനി കേട്ടോ കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ എന്താണെന്ന് വെച്ചാൽ മൊബൈൽ നമ്മൾ വീഡിയോയിൽ എത്രത്തോളം കണ്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവം ക്ലിയർ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ അതെന്താ സംഭവം നോക്കിയിട്ട് എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ളത് കാണിച്ചു തരാം. അതിൻ്റെ പരിഹാരം എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ വണ്ടി വെക്കുകയാണ് ഇതിൻ്റെ അടിയിൽ എന്താ ഇഷ്യൂ എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. മ്യൂസിക് വേണ്ടത്. അപ്പോൾ അടി ചെക്ക് ചെയ്തപ്പോൾ കണ്ടൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോണ്ടേഷൻ അലമ്പാണ്. അതായത് ഈ ബോണ്ടേഷൻ്റെ ഉള്ളിൽ കട്ടിങ് വേണ്ടിയിട്ടുള്ളൂ. ആണോ എത്രത്തോളം കണ്ടൊരു ഈ സെൻറ്ററിലുണ്ടാവും കട്ടിങ് കിട്ടില്ല. അതുപോലെ ഈ സൈഡുണ്ട്. അതോടെ വരുന്ന വെച്ചാൽ ഗിയർ ബോക്സിലേക്ക് വരുന്ന ബോണ്ടേഷനാണ്. ഈ ബാക്ക് സൈഡ് ഉണ്ടോ ലോകം കാണിച്ചാൽ ഈ ഒരു ബോണ്ടേഷൻ. അപ്പോൾ അതിന് ചെറിയ കട്ടിങ് ഇവിടെ തന്നെ കാണട്ടോ. അതുണ്ടോ കട്ടിങ് ഉണ്ട്. അതുപോലെ ഈ സൈഡ് ബോൾ ജോയിൻറ്റ് പോയിട്ടുണ്ട്, ഷേക്കും കാര്യങ്ങളും. പിന്നെ അതുപോലെ ഈ ലോറാമിൻ്റെ പുഷൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളും അല്ലാണ്ട് ജെർക്കിങ് ഉള്ളിക്കെടുക്കാനുള്ള ഇഷ്യൂ വരാനില്ല. പിന്നെ അലൈൻമെൻറ്റ് സംബന്ധമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ആ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കാം. ഞാൻ വീഡിയോ കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രത്തോളം ഇവിടെ ജെർക്കിയുന്നുണ്ട് എന്നുള്ളത്. സ്റ്റാർട്ട് ചെയ്തിട്ടേ വല്ല വലിപ്പിക്ക്. ആ സ്റ്റാർട്ട് ചെയ്യ്. ആടാ കച്ചിട്ടോ കേട്ടോ. വലിക്കണോ ആ ചെയ്യ് ഓഫി ഓഫീസിനോ ഇതിപ്പോൾ എത്രത്തോളം വീഡിയോയിൽ കിട്ടിയതറിയില്ല. ഈ ഒരു പ്രശ്നം കണ്ടോ. ഇവിടെ ഈ കട്ടിങ് കണ്ടാൽ നമ്മൾ കരുതും ബോണ്ടേഷൻ പോയിട്ടില്ല എന്നല്ല, ചെറിയൊരു പൊട്ടല്ലേ. പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലച്ച് കൊണ്ട ടൈമിൽ ഇത് ഇങ്ങോട്ട് വലിയ ടൈമിൽ ഇവിടെ പൊട്ടിയത് അത്രയും വിടർന്ന് വെച്ചിട്ടോ. ഈ ഭാഗം ഇങ്ങോട്ട് വിടർന്നാണ് ഇത്രത്തോളം വരുന്നത്. ഈ ഭാഗം പറ്റ പൊട്ടിയണത്. അപ്പോൾ ഇത് മാറ്റി വെക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് എന്തെങ്കിലും ജസ്റ്റ് റബ്ബറിൻ്റെ പീസൊക്കെ തിരികെ വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്താണ്ട് ഉള്ളിൽ പോയിട്ട് എത്രത്തോളം കമ്മി വരുന്നുണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ ബോണ്ടേഷൻ കിട്ടി ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ രണ്ട് റബ്ബർ പുഷ് ഇതിനകത്ത് തിരികെ വെച്ചാണ്ട് ഞാൻ ജെർക്കിങ് ഉള്ളിൽ ഇനി എത്രത്തോളം കമ്മിയായി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതൊരു മൗണ്ട് പുഷാണ്. നമ്മൾ അൾട്ടോ ആ കാറ്റഗറി വണ്ടികളെ കട്ട് ചെയ്തിട്ടുള്ള അതുപോലെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഈ ബോണ്ടേഷനില്ലേ ഈ ബോണ്ടേഷൻ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലച്ച് വിടുന്ന ടൈമിൽ അതായത് ഈ ഗിയർ ബോക്സും എഞ്ചിനും കൂടെ കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്യുക ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ മൂവ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഭാഗത്ത് ഫുള്ള് ടച്ച് ചെയ്യുന്നുണ്ട്. വയറും കാര്യങ്ങളും അതുപോലെ കേബിളും പിന്നെ നമ്മളെ AC-ൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അടിയിലിരുന്ന് കണ്ട് ഇത് കാണിച്ചു തരാം. ആ മൂവിങ് കാണിച്ചു തരാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് ഇഷ്ടോ സ്റ്റാർട്ട് ചെയ്യ്. ക്ലച്ച് ഇട്ടോ ഒഴിവാക്കിയ വിട്ട ഇവിടെ കേട്ടോ. ഈ മൂവി കേട്ടോ വിട്ട അപ്പോൾ അത്രത്തോളം മൂവിങ് ആണല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ ടച്ച് ചെയ്യണം അവിടെ. നമ്മൾ എനിക്ക് വയ്ക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് റബ്ബറിൻ്റെ പീസ് കയറ്റിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മോണ്ടിൻ്റെ പീസ് കയറ്റിയിട്ടുണ്ട്.
സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ എത്രത്തോളം പോയിട്ടുണ്ടെന്നുള്ളത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ക്ലച്ച് വിടാൻ പോവാണ്. ഇത് കണ്ടോ, ഇനി ക്ലച്ച് ഇട്ട് നമ്മൾ നോക്കി നോക്കാം എത്രത്തോളം പോയി എന്നുള്ളത് കേട്ടോ. ഇതിൻ്റെ കയ്യളങ്ങനെയാണ്. ഒരു മിനിറ്റ് സ്റ്റേബിൾ ആയിട്ടോ. ഫുള്ളായിട്ട് പോയി എന്ന് പറയാൻ പറ്റില്ല, അത്തേക്കളും നല്ല കമ്മിയുണ്ട്. ഇനി നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഫൗണ്ടേഷനും കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് മാറ്റി എടുക്കണം. ഇത് കണ്ടോ, ഞാൻ ക്ലച്ച് വിടുകയാണ് കേട്ടോ. ക്ലച്ച് വിട്ട് എത്ര കാണേണ്ട മീറ്റർ ക്ലച്ച് മുകളിൽ എത്തിയിട്ടാണ് കേട്ടോ. നോക്കാം. അപ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ഇനിയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് മാറ്റിയാലും ഞാൻ ക്ലിയർ ആവുള്ളൂ. ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഡബിൾ പുഷ് കയറ്റിയാണ്ട് ചെയ്താണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ആ പുഷും കാര്യങ്ങളും കയറ്റിയത്. ഞാൻ വർക്കിൻ്റെ ഇടയിൽ ഞാൻ ഫൗണ്ടേഷൻ മാറ്റിയിട്ടിട്ട് ഞാൻ ഗ്യാപ്പ് കിട്ടുകയാണെന്ന് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അടുത്ത നല്ലൊരു പുതിയ വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.